ടെമ്പറേച്ചറും റിയാക്ഷൻ റേറ്റും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു. അതാണ് അറീനിയസ് ഇക്വേഷൻ. ടെമ്പറേച്ചറും റിയാക്ഷൻ റേറ്റും അല്ലെങ്കിൽ ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷനാണ് അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പോൾ പൊതുവെ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നു. ജനറലി വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. അറീനിയസ് മറ്റൊരു ആസ്പെക്റ്റിൽ കൂടി റിയാക്ഷനെ വിശദീകരിച്ചിട്ടുണ്ട്. റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്ത് ഒരു അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുകയും ആ അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റായി മാറുകയും ചെയ്യുന്നു എന്ന കാര്യം. റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് കൊളൈഡ് സൈമൾട്ടേനിയസ്ലി to form unstable intermediate or activated complex, and that state is called a transition state. This activated complex or unstable intermediate is readily converted into products. ഇത് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് പ്രൊഡക്റ്റായി മാറുന്നത്, ഇൻ്റർമീഡിയറ്റ് ഫോർമേഷനിലൂടെ പ്രൊഡക്റ്റായി മാറുന്നത് നമുക്കൊരു ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. അതൊന്ന് നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി റിയാക്ഷൻ കോർഡിനേറ്റ് ഗ്രാഫാണിത്. ഇതിൽ ഈ കാണുന്നതാണ് ആവറേജ് എനർജി ഓഫ് റിയാക്റ്റൻസ്, ഈ കാണുന്നത് ആവറേജ് എനർജി ഓഫ് പ്രൊഡക്ട്സ്. ഇതാണ് ആവറേജ് എനർജി ഓഫ് പ്രൊഡക്ട്സ്. ഇവിടെ പ്രൊഡക്റ്റിൻ്റെ എനർജി റിയാക്റ്റിൻ്റെ എനർജിയേക്കാളും കുറവാണ്. അതായത് ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്. അതുകൊണ്ട് ഇതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്. ഓക്കെ, ഇതാണ് ആവറേജ് എനർജി ഓഫ് റിയാക്റ്റൻസ്. ആവറേജ് എനർജിയാണ്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ മിനിമം ഇത്ര എനർജി വേണം. ഈ ഒരു എനർജി ബാരിയർ, ഇതിനാണ് ഈ എനർജി ബാരിയർ എന്ന് പറയുന്നത്. ഈ എനർജി ബാരിയർ മറികടക്കണം. ഈ എനർജി ബാരിയർ, ഈ എനർജി ഫെൻസ് മറികടക്കണമെങ്കിൽ ഇത്രയും എമൗണ്ട് ഓഫ് എനർജി റിയാക്റ്റൻസിന് കൊടുക്കണം. അങ്ങനെ ഈ റിയാക്റ്റൻസിന് ഉണ്ടാവേണ്ട മിനിമം എനർജി, ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റൻറ്റിന് ഉണ്ടാവേണ്ട മിനിമം എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. അത് ത്രെഷോൾഡ് എനർജിയാണ് ഈ കാണുന്ന എനർജി. അപ്പോൾ ത്രെഷോൾഡ് എനർജി ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ബൈ ദ റിയാക്റ്റൻസ് ടു അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്റ്റൻറ്റിനുണ്ടായിരിക്കേണ്ട മിനിമം എനർജിയാണ് ത്രെഷോൾഡ് എനർജി. ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പടിപ്പുര എന്നാണ്. അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ ഈ പടിപ്പുര കിടക്കണം, വാതിൽ കിടക്കണം. സോ ത്രെഷോൾഡ് എനർജി ഇത്രയാണ്. മിനിമം എനർജി റിക്വയർഡ് ബൈ ദ റിയാക്റ്റൻസ് ടു അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ. ഇത്രയും എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുക. പക്ഷേ ഈ റിയാക്റ്റിൻ്റെ ആവറേജ് എനർജി എത്രയാണ്? ഇത്രയാണ്. അപ്പോൾ ഈ ഡിഫറൻസ് ഇത്രയും എനർജി നമ്മൾ പുറമേ നിന്ന് സപ്ലൈ ചെയ്യണം. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അതാ ചെയ്യുന്നത്, ഈ എനർജി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ചില റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലൈറ്റ് വേണം, സൺലൈറ്റ് വേണം. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ സൺലൈറ്റ് വേണം. അപ്പോൾ സൺലൈറ്റ് വന്ന് പതിക്കുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ഈ എനർജി കൊടുക്കുകയാണ്. ഹീറ്റ് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ഈ എനർജി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഈ എക്സ്ട്രാ എനർജിയെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. എന്നെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. സോ ആക്ടിവേഷൻ എനർജി ഈസ് ദ എക്സ്ട്രാ എനർജി ദാറ്റ് വി മസ്റ്റ് സപ്ലൈ ടു ദ റിയാക്റ്റൻസ് ടു അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആ മിനിമം എനർജിയെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ഇതാണ് അപ്പോൾ ആക്ടിവേഷൻ എനർജി. അങ്ങനെ നമ്മൾ ഈ റിയാക്റ്റൻ്റ് മോളിക്യൂളിന് ആക്ടിവേഷൻ എനർജി കൊടുക്കുമ്പോൾ അതിൻ്റെ ആ റിയാക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നു, അതിന് എനർജി കിട്ടുന്നു. അങ്ങനെ ഈ ത്രെഷോൾഡ് എനർജിയിലേക്ക് എത്തുമ്പോൾ അത് ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു, ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഉണ്ടാവുന്നു. ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഇറ്റ് റെഡിലി കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട്സ് ഹാവിങ് ലെസർ എനർജി. അപ്പോൾ ബാക്കിയുള്ള എനർജി എന്ത് സംഭവിക്കുന്നു? എനർജി ഓഫ് പ്രൊഡക്ട്സ്, എൻതാൽപ്പി ഓഫ് പ്രൊഡക്ട്സ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻസ്, അതാണ് എന്താ? ഡെൽറ്റ എച്ച്. ഇതാണ് ഡെൽറ്റ എച്ച്. പ്രൊഡക്ട്സ് മൈനസ് എൻതാൽപ്പി ഓഫ് പ്രൊഡക്ട്സ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻസ്, ഇതാണ് ഡെൽറ്റ എച്ച്. ഇതാണ് എന്ത്? ആക്ടിവേഷൻ എനർജി. നമ്മൾ സപ്ലൈ ചെയ്ത എക്സ്ട്രാ എനർജി. സോ ആക്ടിവേഷൻ എനർജി ഈസ് ദ എക്സ്ട്രാ എനർജി ദാറ്റ് വി മസ്റ്റ് സപ്ലൈ to the reactants to undergo chemical reaction. So what is the difference between activation energy and threshold energy? Threshold energy എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ നടക്കുന്നതിന് വേണ്ടി റിയാക്റ്റൻറ്റിന് ഉണ്ടായിരിക്കേണ്ട മിനിമം എനർജിയാണ്.
ദ മിനിമം എനർജി റിക്വയർഡ് ബൈ ദ റിയാക്ടൻസ് ടു അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 10ാം ക്ലാസ് ജയിച്ച് +1 എത്തണമെങ്കിൽ മിനിമം D+ വേണം. അതാണ് അതിൻ്റെ ത്രഷോൾഡ് സ്കോർ, അതാണ് D+. ത്രഷോൾഡ് സ്കോർ D+ ആണ്. ആ D+ കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ D+ കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള കോച്ചിങ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. എക്സ്ട്രാ കോച്ചിങ് കൊടുക്കും, നൈറ്റ് ക്ലാസ് കൊടുക്കും, വിജയബേരി ക്ലാസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലതരം ക്ലാസ്സുകൾ കൊടുക്കുന്നതാണ് ഇവിടെ ആക്ടിവേഷൻ എനർജി. അതാണ് ഇവിടുത്തെ ആക്ടിവേഷൻ എനർജി. അപ്പോൾ ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ എനർജി supplied to the reactant molecules to undergo chemical reaction to reach to the threshold energy. ആ ത്രഷോൾഡ് എനർജിയിലേക്ക് എത്തുന്നതിന് ആവശ്യമായുള്ള എക്സ്ട്രാ എനർജി കൊടുക്കുന്നതിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് എനർജി ഇതാണ്. അങ്ങനെ നമ്മൾ എനർജി കൊടുക്കുമ്പോൾ ആക്ടിവേഷൻ എനർജി കിട്ടിയത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യും. ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് പെട്ടെന്ന് തന്നെ എന്തായി മാറുന്നുണ്ട്? പ്രൊഡക്റ്റ് ആയി മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. ത്രഷോൾഡ് എനർജി മൈനസ് ആവറേജ് എനർജി ഓഫ് റിയാക്റ്റൻസ്. ഇതാണ് ത്രഷോൾഡ് എനർജി. ത്രഷോൾഡ് എനർജി മൈനസ് ആവറേജ് എനർജി ഓഫ് റിയാക്റ്റൻസ് ആണ് ആക്ടിവേഷൻ എനർജി എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുന്നു. ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും റേറ്റ് ഓഫ് റിയാക്ഷനും കൂടുന്നു. ഈ ടെമ്പറേച്ചറും റേറ്റ് ഓഫ് റിയാക്ഷനും അല്ലെങ്കിൽ ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ അറീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഒരു ആക്സിസിൽ എടുക്കുന്നു, കൈനറ്റിക് എനർജി ഒരു ആക്സിസിൽ എടുക്കുന്നു. ഈ ഗ്രാഫിനെ നമ്മൾ പറയുന്ന പേരാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവാണത്. അവരാണ്, മാക്സ്വെല്ലും ബോൾട്സ്മാനുമാണ് ഈ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഒരു റിലേഷനെക്കുറിച്ച് പഠനം നടത്തിയത്. നമുക്കറിയാം, ഓരോ മോളിക്യൂൾസിൻ്റെയും കൈനറ്റിക് എനർജി ഒരു റിയാക്ഷൻ സിസ്റ്റത്തിൽ ഓരോ മോളിക്യൂളിൻ്റെയും കൈനറ്റിക് എനർജി വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഓരോ മോളിക്യൂളിൻ്റെയും കൈനറ്റിക് എനർജി എടുത്ത് പഠിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ % ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എ ഡെഫിനിറ്റ് കൈനറ്റിക് എനർജി അതെടുത്ത് പഠിക്കുകയാണ്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എ പെർട്ടിക്കുലർ കൈനറ്റിക് എനർജി. അതാണ് % ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് എ പെർട്ടിക്കുലർ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ടോട്ടൽ മോളിക്യൂളിൽ ഒരു പ്രത്യേക കൈനറ്റിക് എനർജിയുള്ള മോളിക്യൂളുകളുടെ എണ്ണം, അതാണ് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഏതൊരു സിസ്റ്റം പരിശോധിച്ച് കഴിഞ്ഞാലും ഏറ്റവും കുറഞ്ഞ കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂളുകളുടെ എണ്ണവും വളരെ കുറവായിരിക്കും, കൈനറ്റിക് എനർജി വളരെ കൂടുതലുള്ള മോളിക്യൂളുകളുടെ എണ്ണവും വളരെ കുറവായിരിക്കും. ഫ്രാക്ഷൻ വളരെ കുറവായിരിക്കും. നോക്കൂ, വളരെ കുറഞ്ഞ കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂളുകളുടെ ഫ്രാക്ഷൻ ഇത്രയേ ഉള്ളൂ, വളരെ കുറവാണ്. വളരെ കൂടിയ കൈനറ്റിക് എനർജി ഉള്ള മോളിക്യൂളുകളുടെ ഫ്രാക്ഷനും വളരെ കുറവാണ്. ഈ രണ്ടാമത്തെ ഗ്രാഫും രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറുള്ള ഗ്രാഫ്, അത് ലോവർ ടെമ്പറേച്ചറിലും ഹയർ ടെമ്പറേച്ചറിലും. രണ്ടാമത്തെ ഹയർ ടെമ്പറേച്ചറിലുള്ള ഗ്രാഫ് എടുക്കുകയാണെങ്കിലും ഈ കൈനറ്റിക് എനർജി വളരെ കുറവാകുമ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും കുറവാണ്. കൈനറ്റിക് എനർജി വളരെ കൂടുതലായിരിക്കുമ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസും കുറവാണ്. ഒരു ആവറേജ് കൈനറ്റിക് എനർജിയിലാണ് കൂടുതൽ മോളിക്യൂളുകൾ. ഇത് കാണാം, ആവറേജ് കൈനറ്റിക് എനർജിയിലാണ് കൂടുതൽ മോളിക്യൂൾ. ഇവിടെയും കാണാം, ആവറേജ് കൈനറ്റിക് എനർജിയിലാണ് കൂടുതൽ മോളിക്യൂൾ. നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാലും വളരെ കുറഞ്ഞ മാർക്കുള്ളവരുടെ എണ്ണം കുറവായിരിക്കും, വളരെ കൂടുതൽ മാർക്കുള്ളവരുടെ എണ്ണവും വളരെ കുറവായിരിക്കും. മിക്കവാറും പേർക്ക് ഒരു ആവറേജ് മാർക്കായിരിക്കും, അല്ലേ? മിക്കവാറും പേർക്ക് എങ്ങനെയായിരിക്കും? ഒരു എന്തെടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഒരു പ്രകൃതിയിലൊരു പൊതുവെ ഒരു പ്രകൃതം അങ്ങനെയാണ്, നാച്ചുറൽ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഓട്ട മത്സരത്തിൽ ഒരു ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കുകയാണെങ്കിൽ വളരെ പതുക്കെ ഓടുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും, വളരെ സ്പീഡിൽ ഓടുന്നവരുടെ എണ്ണവും വളരെ കുറവായിരിക്കും. ഭൂരിഭാഗം പേരും ഒരു ആവറേജ് സ്പീഡിലായിരിക്കും ഓടുന്നത്. അങ്ങനെ ഭൂരിഭാഗം മോളിക്യൂളുകളുടെ എനർജിയാണ് ഈ കാണുന്നത്. അതിനെ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്നാണ് പറയുക. ഭൂരിഭാഗം മോളിക്യൂളുടെ കൈനറ്റിക് എനർജി മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈന് കാരണം ഇതാണ് ഈ റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജി ആക്ടിവേഷൻ. ഇതാണ് അതിൻ്റെ ആക്ടിവേഷൻ എനർജി. ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇത്രയും എനർജി വേണം. നോക്കൂ, ലോവർ ടെമ്പറേച്ചറിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ലോവർ ടെമ്പറേച്ചറിലെ ഗ്രാഫ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഷെയ്ഡഡ് ഏരിയയിലുള്ള മോളിക്യൂളിന് മാത്രമാണ് ആ ആക്ടിവേഷൻ എനർജി ഉള്ളത്. അവ മാത്രമാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു?
ഈ ആക്ടിവേഷൻ എനർജി ബാരിയർ, ഈ ആക്ടിവേഷൻ എനർജിയോ അതിൽ കൂടുതലുള്ള മോളിക്യൂളുകളുടെ എണ്ണം എത്രയായി? ഇത്രയും ഏരിയയിലുള്ള ഷെയ്ഡഡ് ഏരിയ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടി, ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് കൂടി. അപ്പം അവ തമ്മിലുള്ള എഫക്റ്റീവ് കൊളീഷനുകളുടെ എണ്ണവും കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും എഫക്റ്റീവ് കൊളീഷനുകളുടെ എണ്ണം കൂടുമ്പോൾ ദാറ്റ് റിസൾട്ട് ഇൻ ടു കെമിക്കൽ റിയാക്ഷൻ, പ്രൊഡക്റ്റ് കൂടും. സോ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇതാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ പെർസെൻറ്റ് ഓഫ് മോളിക്യൂൾസ് എലോങ് വൺ ആക്സിസ് ആൻഡ് കൈനറ്റിക് എനർജി എലോങ് അനദർ ആക്സിസ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആക്ടിവേഷൻ എനർജി ഉള്ള ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് കൂടുന്നു, അതുകൊണ്ട് റേറ്റ് ഓഫ് റിയാക്ഷനും കൂടുന്നു. ഇനി നമുക്ക് കാറ്റലിസ്റ്റും റിയാക്ഷനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പരിശോധിക്കാം. ഒരു റിയാക്ഷനെ കാറ്റലിസ്റ്റ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? A catalyst is a substance that alters the rate of reaction without itself undergoing any chemical change. A catalyst is a substance that changes the chemical reaction without itself undergoing any chemical change. സ്വയം കെമിക്കൽ ചേഞ്ച് വരാതെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ചേഞ്ച് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ്. അങ്ങനെയുള്ളൊരു കാറ്റലിസ്റ്റ് എന്താ ചെയ്യുന്നത്? പൊതുവെ ഒരു കാറ്റലിസ്റ്റ് റിയാക്റ്റൻറ്റുമായി ഒരു ടെമ്പററി ബോണ്ട് ഫോം ചെയ്യുകയും അങ്ങനെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുകയും ചെയ്യും. കാറ്റലിസ്റ്റ് റിയാക്റ്റൻറ്റുമായി ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു ഒരു ടെമ്പററി ബോണ്ടിലൂടെ. ദീസ് അൺസ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് റെഡിലി കൺവേർട്ടഡ് ഇൻ ടു പ്രൊഡക്ട്സ്. ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റായി മാറുന്നു. പൊട്ടൻഷ്യൽ എനർജി റിയാക്ഷൻ കോർഡിനേറ്റ് ഗ്രാഫ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഗ്രാഫ് ഒരു റിയാക്ഷനിൽ കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് കൃത്യമായി കാണിക്കുന്നുണ്ട്. ഈ ഗ്രാഫ് എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ എനർജി റിയാക്ഷൻ കോർഡിനേറ്റ് ഗ്രാഫാണ്. പൊട്ടൻഷ്യൽ എനർജി റിയാക്ഷൻ കോർഡിനേറ്റ് ഗ്രാഫ്. ഈ ബ്ലാക്ക് ലൈൻ കാണിക്കുന്നത് കാറ്റലിസ്റ്റ് ഇല്ലാത്ത റിയാക്ഷനാണ്. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ നോക്കൂ, ത്രഷോൾഡ് എനർജി ഇത്രയുമാണ്, അല്ലെങ്കിൽ ഇത്രയും ആക്ടിവേഷൻ എനർജി നമ്മൾ കൊടുക്കണം, ഇത്രയും ആക്ടിവേഷൻ എനർജി നമ്മൾ കൊടുക്കണം. എന്നാൽ ഈ റെഡ് കർവ് കാണിക്കുന്നത് കാറ്റലൈസ്ഡ് ആയുള്ള റിയാക്ഷൻ്റെ ഗ്രാഫാണ്. കാറ്റലൈസ്ഡ് ആയുള്ള റിയാക്ഷൻ്റെ ഗ്രാഫായപ്പോൾ നോക്കൂ, ഇതിൻ്റെ ത്രഷോൾഡ് എനർജി ഇത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവേഷൻ എനർജി ഇത്രയും നമ്മൾ ആക്ടിവേഷൻ എനർജി കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ എന്താണ് ഒരു കാറ്റലിസ്റ്റ് ചെയ്യുന്നത്? ഒരു റിയാക്ഷനിൽ എന്താ കാറ്റലിസ്റ്റ് ചെയ്യുന്നത്? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ കാറ്റലിസ്റ്റ് പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റ് പാത്ത് ഓഫ് ലോവർ ആക്ടിവേഷൻ എനർജി. വളരെ സിമ്പിളായിട്ട് ഒറ്റ വാചകത്തിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ് എ കാറ്റലിസ്റ്റ് പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റ് പാത്ത്. റിയാക്ഷൻ്റെ പാത്ത് തന്നെ വ്യത്യാസം വന്നു. ആദ്യത്തെ പാത്ത് ഇതാണെങ്കിൽ വളരെ വ്യത്യസ്തമായൊരു പാത്തിലൂടെയാണ് കാറ്റലിസ്റ്റ് ഉണ്ടാകുമ്പോൾ റിയാക്ഷൻ നടക്കുന്നത്. സോ എ കാറ്റലിസ്റ്റ് പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റ് പാത്ത് ഓഫ് ലോവർ ആക്ടിവേഷൻ എനർജി. കാറ്റലിസ്റ്റ് റിയാക്റ്റൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ടെമ്പററി ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ ടെമ്പററി ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ് ഇവിടെ ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്, ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തുന്നത്. ഉടൻ തന്നെ അത് പ്രൊഡക്റ്റായി മാറുന്നു. സോ എ കാറ്റലിസ്റ്റ് പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റ് പാത്ത് ഓഫ് ലോവർ ആക്ടിവേഷൻ എനർജി. വാട്ട് ഈസ് ദ റോൾ ഓഫ് കാറ്റലിസ്റ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ? A catalyst lowers the activation energy and thus it provides an alternate path of reaction. And a catalyst does not alter the delta G of reaction. A catalyst does not alter the free energy of reaction. A catalyst does not alter delta H of reaction, enthalpy change of reaction. A catalyst does not alter the equilibrium constant. Equilibrium constant വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഇതാണ് ഡെൽറ്റ എച്ച്. ഡെൽറ്റ എച്ചിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല, ഡെൽറ്റ ജിയിൽ വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഇതൊന്നുമില്ലെങ്കിൽ പോലും മറ്റൊരു പാത്തിലൂടെ റിയാക്ഷൻ നടന്ന് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസിന് റിയാക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നു, റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നു. സോ എ കാറ്റലിസ്റ്റ് പ്രൊവൈഡ്സ് ആൻ ആൾട്ടർനേറ്റ് പാത്ത് ഓഫ് ലോവർ ആക്ടിവേഷൻ എനർജി. ഇനി നമുക്ക് കൊളീഷൻ തിയറി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എന്താണെന്ന് നോക്കാം. കൊളീഷൻ തിയറി പറയുന്ന കാര്യം ഇതാണ്: കെമിക്കൽ റിയാക്ഷൻ ഈസ് ഡ്യൂ ടു ദ കൊളീഷൻ ബിറ്റ്വീൻ റിയാക്ടന്റ് മോളിക്യൂൾസ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എല്ലാ കൊളീഷനുകളും കെമിക്കൽ റിയാക്ഷനുകളായി മാറുന്നുണ്ടോ? ഇല്ല. എഫക്റ്റീവ് കൊളീഷൻസ് ആണ് എഫക്റ്റീവ് റിയാക്ഷൻസ് ആയിട്ട് മാറുന്നത്.
അപ്പോൾ എന്താണ് എഫക്റ്റീവ് കൊളീഷൻ നടക്കാനുള്ള മാനദണ്ഡം? എഫക്റ്റീവ് കൊളീഷൻ നടക്കാൻ 2 മാനദണ്ഡങ്ങളാണുള്ളത്. ഒന്ന്, ദ റിയാക്ടന്റ് മോളിക്യൂൾസ് മസ്റ്റ് പൊസസ് ത്രഷോൾഡ് എനർജി. റിയാക്ടന്റ് മോളിക്യൂൾസിന് മിനിമം എനർജി വേണം. റിയാക്ഷൻ നടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജി ആയിട്ടുള്ള ത്രഷോൾഡ് എനർജി വേണം. 2, പ്രോപ്പർ ഓറിയന്റേഷൻ ഓഫ് റിയാക്ടന്റ് മോളിക്യൂൾസ്. റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ ഓറിയന്റേഷൻ പ്രോപ്പർ ആയിരിക്കണം, ശരിയായിരിക്കണം. സോ അക്കോർഡിംഗ് ടു കൊളീഷൻ തിയറി, reaction between reactant molecules is possible only due to the effective collision between reactant molecules. Effective collision is possible only when the reactant molecules have threshold energy, proper orientation of reactant molecules. ഈ പ്രോപ്പർ ഓറിയന്റേഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു റിയാക്ഷൻ നടക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പ്രോപ്പർ ഓറിയന്റേഷൻ ഓഫ് മോളിക്യൂൾസ്. നമ്മൾ പ്രധാനമായും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒരു റിയാക്ഷൻ നടക്കുന്നതിന് പ്രധാനമായും 2 കാര്യങ്ങളാണ് പറയുന്നത്. റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് മിനിമം ത്രഷോൾഡ് എനർജി ഉണ്ടായിരിക്കണം. റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് മിനിമം ത്രഷോൾഡ് എനർജി ഉണ്ടായിരിക്കണം. 2, റിയാക്റ്റൻ്റ് മോളിക്യൂൾസിൻ്റെ പ്രോപ്പർ ഓറിയൻറ്റേഷൻ ആയിരിക്കണം. ഇവിടെ ഒരു റിയാക്ഷൻ നോക്കുകയാണ്. CH3Br + OH- gives CH3OH + Br-. CH3Br, ഈ CH3Brനെ OH- അറ്റാക്ക് ചെയ്യുകയാണ്. നോക്കൂ, ഈ CH3Br എന്ന് പറയുന്നത് ഒരു ടെട്രാഹീഡ്രൽ മോളിക്യൂളാണ്. അതിൽ ഈ ഡെൽറ്റ പോസിറ്റീവുള്ള കാർബൺ എൻഡിനെ OH- അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെയുള്ള ഓറിയൻറ്റേഷൻ എങ്ങനെയാണ്? ഇത് പ്രോപ്പർ അല്ല ഓറിയൻറ്റേഷൻ എന്ന് വിചാരിക്കുക. എങ്ങനെ ഓറിയൻറ്റേഷൻ ഇവിടെ ഉള്ളത്? Brൻ്റെ അതേ വശത്തു കൂടെയാണ് OH- അറ്റാക്ക് ചെയ്യാൻ വരുന്നതെങ്കിൽ Br- OH- തമ്മിലുള്ള റിപ്പൽഷൻ ഉണ്ടാവും. രണ്ടും വലിയ ബൾക്കി ഗ്രൂപ്പുകളുമാണ്, ബൾക്കി ഗ്രൂപ്പുകളുമാണ്. അതുകൊണ്ട് അത്തരം Br- നേരെയാണ് OH- അറ്റാക്ക് ചെയ്യാൻ വരുന്നതെങ്കിൽ ഓറിയൻറ്റേഷൻ ഇംപ്രോപ്പർ ആയതുകൊണ്ട് ആ റിയാക്ഷൻ നടക്കില്ല. മറിച്ച് OH- അപ്രോച്ച് ചെയ്യുന്നത് Br- എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണെങ്കിൽ മാത്രമാണ് റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെ 3 ഹൈഡ്രജനും വളരെ ലൈറ്റസ്റ്റ് എലമെൻ്റാണ്, നമുക്ക് അറിയാം. ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള എലമെൻ്റാണ് ഹൈഡ്രജൻ, ഏറ്റവും ചെറുതാണ്. അങ്ങനെ ഈ ഭാഗത്തു കൂടെയാണ് OH- അറ്റാക്ക് ചെയ്യാൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ Br- ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് OH- അറ്റാക്ക് ചെയ്യാൻ വരുന്നതെങ്കിൽ മാത്രമാണ് ആ റിയാക്ഷൻ എഫക്റ്റീവ് ആവുന്നത്, പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് പ്രോപ്പർ ഓറിയൻറ്റേഷന് സത്യത്തിൽ ഈ റിയാക്ഷൻ പ്രോസസ്സ് നടക്കുന്നതിൽ വലിയ സ്ഥാനമാണുള്ളത്. പ്രോപ്പർ ഓറിയൻറ്റേഷൻ ആണെങ്കിൽ മാത്രമാണ് ഈ റിയാക്ഷൻ എഫക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി റിയാക്ഷൻ കോർഡിനേറ്റ് ഗ്രാഫ്, മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്, പിന്നെ കൊളീഷൻ തിയറി, ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണത്. ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വായന, കൂടുതൽ റീഡിംഗ്, കൂടുതൽ പഠനം, ചോദ്യോത്തരങ്ങളിലൂടെയുള്ള യാത്ര ഒക്കെ ആവശ്യമാണ്. കൂടുതൽ സംശയങ്ങൾക്ക് പിന്നീട് കാണാം. ഗുഡ് ബൈ.